നമസ്കാരം കുട്ടികളും സുഹൃത്ത് സാറാണ്. എല്ലാവർക്കും മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിനി അടുത്തത് വരാൻ പോകുന്ന എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ 2025 NDA 2 ആണ്. പല കുട്ടികളും ഇതിനെക്കുറിച്ച് ഇപ്പം കൂടുതലായിട്ട് പഠിക്കണമെന്നും എഴുതണമെന്നും ഇതിൽ കൂടി ഒരു ജോലി കിട്ടണമെന്നും ആഗ്രഹിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. പക്ഷെ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ലെന്നേ ഉള്ളൂ. കിട്ടാതിരിക്കുന്നതിനൊന്നും വലിയ കുഴപ്പമില്ല, കിട്ടും. പക്ഷെ നമ്മൾ അതിനു വേണ്ടി ആ രീതിയിൽ കൂടെ പ്രയത്നിച്ചാൽ, മീൻസ് വർക്ക് ചെയ്താൽ അത് കിട്ടിയിരിക്കും. നമുക്ക് അതിന്റെ എൻട്രൻസിന് അറിയാമല്ലോ, 2 എക്സാം ആണ്. ഒന്നാമത്തെ ഫുൾ മാത്സ് ആണ്, രണ്ടാമത്തെ എല്ലാം കൂടെ ചേരുന്ന GAT ആണ്. ഇന്ന് നമ്മുടെ മാത്സിന്റെ ക്ലാസ് ആണ്. ഇന്ന് 2 ചോദ്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾ ഈ ക്ലാസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പതുക്കെ അടിച്ച് മൊട്ടയ്ക്കോടം കയറണം. എന്ന് പറഞ്ഞാൽ ചെറിയ ലെവലിൽ നിന്നും നമുക്ക് വലിയ ലെവലിലോട്ട് എത്തിപ്പെടുക. ഓക്കെ, ഇപ്പോൾ +2 പഠിക്കുന്നവർക്കാണെങ്കിൽ NDA 2 എഴുതാം. നെക്സ്റ്റ് അടുത്ത വർഷത്തെ NDA 1 കീമോ എഴുതാം, കുസാറ്റ് എഴുതാം. അങ്ങനെയുള്ള എല്ലാ ക്ലാസ്സുകളും നമുക്ക് ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കിട്ടുകയും ചെയ്യും. ഓക്കെ, ജോയിൻ ചെയ്യാൻ നമ്മൾ തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കാൻ പോലെ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സെലക്ഷൻ അറ്റ് മോസ്റ്റ് 3 things ഫ്രം 6 different things? ചെറിയൊരു ക്വസ്റ്റൻ ആണ്. ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റൻ ഒന്നും അല്ല, പക്ഷെ എൻട്രൻസിൽ ചോദിക്കാറുണ്ട്. നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സെലക്ഷൻ ഓഫ് അറ്റ്മോസ്റ്റ് 3 things? അറ്റ്മോസ്റ്റ്, അപ്പൊ അവിടുത്തെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് അറ്റ്മോസ്റ്റ്. അറ്റ്മോസ്റ്റ് എന്നുള്ള മീനിങ് എന്താ? അങ്ങേയറ്റം 3 പേർ. അതിൽ കൂടുതൽ വേണ്ട എന്ന് പറഞ്ഞില്ല, അതിൽ കൂടുതൽ എനിക്ക് വേണ്ട. അങ്ങേയറ്റം 3 എന്ന് പറഞ്ഞാൽ 3 ആവാം, 2 ആവാം, 1 ആവാം, 0 ആവാം, അങ്ങനെയുണ്ട് കേട്ടോ. അങ്ങേയറ്റം 3 എന്ന് പറഞ്ഞാൽ 3, 2, 1, 0, 4 ഓപ്ഷൻസ് അവിടെ ഉണ്ട്. എത്ര എണ്ണത്തിന് അവനെ? 6 എണ്ണത്തിന്. അപ്പൊ നമുക്ക് ഇപ്പൊ 6 എണ്ണത്തിൽ നിന്ന് ഒരു 3 എണ്ണം വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ വിളിക്കുന്നത്? 63 എന്നാണ്. 6 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു 3 എണ്ണം സെലക്ട് ചെയ്യാവുന്ന 63. പക്ഷെ ഇവിടെ അറ്റ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 63 മാത്രമല്ല, 62 ഉണ്ട്, 61 ഉണ്ട്, നെക്സ്റ്റ് ആരുണ്ട് മോനെ? 60 ഉണ്ട്. ഇത്രയും ഓപ്ഷൻസ് ഉണ്ടോ? അറ്റ്മോസ് 3 എന്ന് പറഞ്ഞാൽ 3 വരാം, 2 വരാം, 1 വരാം, 0 വരെ വരാം. അതാണ് അറ്റ്മോസ്റ്റ് കേട്ടോ. 3 വരാം, അല്ലെങ്കിൽ 2 വരാം, 1 അല്ലെങ്കിൽ ഒന്നും വേണ്ട എന്നുള്ളതാണ് കേട്ടോ. 3ൽ കൂടരുതെന്നാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഇതെല്ലാം ആഡ് ചെയ്താൽ മതി. 60 1 ആണ്. ഇവിടെ 0 വന്നാൽ 1 ആണ്. ഓക്കെ, 61 ഇവിടെ 1 വന്നാൽ ഈ നമ്പറാണ് നമ്മുടെ ആൻസർ 6. 62 നമ്മുടെ പഴയ ഫോർമുല ഉണ്ടല്ലോ, NCR ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ N - R ഫാക്ടോറിയൽ ചെയ്യരുത്. 62 ചെയ്യുന്നത് 6 × 5 ÷ 1 × 2 ഇത്രയും ചെയ്താൽ മതി. ഇത് 2 ആയതുകൊണ്ടാണ് 6ൽ തുടങ്ങി 2 പേര് എഴുതുന്നത്. അടുത്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 62 ആകുമ്പോൾ 6 എഴുതുക, 1 കുറച്ച് 5, അപ്പൊ താഴെ 1 × 2. അപ്പൊ 63 എന്ന് പറഞ്ഞാൽ 6 തുടങ്ങി 3 പേർ, 6 × 5 × 4 / 1 × 2 × 3 അങ്ങനെയൊക്കെ ചെയ്യാം. ഇങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എഴുതിയ ശേഷം വളരെ ഫാസ്റ്റ് 2 കൊണ്ട് ഇതിനെ കട്ട് ചെയ്തു. അപ്പൊ ഇത് 30, 15, ഇത് 6, ഇത് 1, ഇവിടെ 6, 20, 35, 41, 42 ആൻസർ തീർന്നു. വളരെ ഫാസ്റ്റ് ആയിരിക്കണം. ഞാൻ ഈ ചെയ്ത പോലെ തന്നെ ഫാസ്റ്റ് ആവണം കണ്ടോ. ഇത് നമ്മൾ വളരെ നോക്കിക്കേ. ഇവിടെ 2 × 3 × 6 കണ്ടുപോയി 20 ആയി. ഇവിടെ കണ്ടോ 20 ആയി. ഇവിടെ ഈ 2 കൊണ്ട് ഇതിനെ കട്ട് ചെയ്യുമ്പോൾ 3 × 5 15 ആയി. 6 ഉണ്ട്, 1 ഉണ്ട്, എല്ലാം ചെയ്യുമ്പോൾ 42. അപ്പൊ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ. മെന്റൽ മാത്സ് വളരെ സ്പീഡ് ആയിരിക്കണം നമ്മുടെ കാൽക്കുലേഷനും. ആക്യുറസി 99.99 ആയിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ട്രിഗണോമെട്രിയിൽ നിന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയേക്കാം, പക്ഷേ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചെയ്തിരിക്കും. നോക്കാം. If P = sin 35, Q = sin 25, R = sin of -95, then P + Q + R is. ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. P + Q + R. P ഉണ്ടല്ലോ, Q ഉണ്ടല്ലോ, R ഉണ്ടല്ലോ. അപ്പൊ P + Q + R എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മോനെ? P + Q + R എന്ന് പറഞ്ഞാൽ sin 35 + sin 25 + sin -95. ഇത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നും സംഭവമൊന്നും ഇല്ലല്ലോ. ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് ഉണ്ട് അല്ലേ? sin -95 എന്നാണ്. ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും മോനെ? മൈനസിനെ പുറത്തെടുക്കണം. അപ്പൊ എന്ത് വരും മോനെ? -sin 95 എന്ന് കിട്ടി. ഈ 95 നമ്മൾ റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യണം. ഒന്നുകിൽ 90 + 5 എന്നാക്കണം, ഇല്ലെങ്കിൽ 180 മൈനസ് ആക്കണം. 180 - 85 ആക്കാം. ഞാൻ 90 ഒന്ന് അപ്ലൈ ചെയ്യാം. സൈൻ ഓഫ്
90 പ്ലസ് 5 എന്ന് എഴുതി. ഓക്കെ, മൈനസ് ഉണ്ട് ഓൾറെഡി, ദാറ്റ് ഈസ് മൈനസ്. ഈ 90 പ്ലസ് വന്നാൽ സൈൻ 90 പ്ലസ് വന്നാൽ പിന്നെ അത് എങ്ങോട്ടാ മോനെ വന്ന് കോസ് ഓഫ് ദിസ് 5 കേട്ടോ. റിഡക്ഷൻ ഫോർമുല ആണ് സൈൻ 90 പ്ലസ് കോസ് സൈൻ 90 പ്ലസ് 5 കോസ് 5. ഓക്കെ, അപ്പൊ ഈ മൈനസേ ഉള്ളൂ, എക്സ്ട്രാ മൈനസ് ഒന്നും വരത്തില്ല. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് 90 പ്ലസ് എന്ന് പറയുന്നത്. ഏത് ക്വാഡ്രന്റാണ് 90 പ്ലസ്? രണ്ട് ഇതുവരെ 90 ആ. 90 പ്ലസ് എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റാ? സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റ് സൈൻ എന്താണ് മോനെ? പോസിറ്റീവാ കേട്ടോ. അല്ലാതെ ഈ കോസിനെ വെച്ചോണ്ടല്ല നോക്കണത്, നമ്മൾ സൈനെ ചെയ്യുന്നത്. അപ്പൊ സൈൻ 90 പ്ലസ് കോസ് ആണ്. ഈ പഴയ മൈനസ് എവിടെ കിടപ്പുള്ളൂ, എക്സ്ട്രാ മൈനസ് ഒന്നും വരരുത്. അപ്പൊ ഇയാളുടെ വാല്യൂ എത്ര കിട്ടി മോനെ? മൈനസ് കോസ് 5 എന്ന് കിട്ടി. അതവിടെ കിടക്കട്ടെ. ഇയാളെ നമ്മള് സൈൻ സി പ്ലസ് സൈൻ ഡി അപ്ലൈ ആവല്ലോ. സൈൻ സി പ്ലസ് സൈൻ ഡി എത്ര മോനെ? 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. ഓക്കെ, 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2 മൈനസ് കോസ് 5 എവിടെ ഉണ്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എത്ര മോനെ? ഇത് 35 25 60 ബൈ 2 30. ഓക്കെ, 30. 35 മൈനസ് 25 10 10 ബൈ 2 5 കോസ് 5 പ്ലസ് മൈനസ് കോസ് 5. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ വെട്ടിക്കളയണം. എൻട്രൻസ് പഠിക്കുന്നവരൊക്കെ 2 ഇൻറ്റു സൈൻ തേർട്ടി കണ്ടാൽ വെട്ടിയേക്കണം. എന്തുകൊണ്ടാ? ദാറ്റ് ഈസ് 2 ഇൻറ്റു സൈൻ തേർട്ടി എത്ര മോനെ? 1/2 2 വെട്ടിപ്പോയി കണ്ടോ? കോസ് 5 പ്ലസ് മൈനസ് കോസ് 5. അപ്പൊ 2 ഇൻറ്റു 1/2 ബാക്കി കോസ് 5 എഴുതി മൈനസ്. ഈ 2 ഇൻറ്റു 1/2 2 ഇൻറ്റു വെട്ടി കഴിഞ്ഞാൽ കോസ് 5 പ്ലസ് മൈനസ് കോസ് 5 പ്ലസും മൈനസും ആണ്. ആൻസർ ആരെ കിട്ടി? 0. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ 2 ഇൻറ്റു സൈൻ തേർട്ടി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻട്രൻസ് പഠിക്കുന്ന ഒരു വ്യക്തി ഒറ്റയടിക്ക് വെട്ടിയേക്കണം കേട്ടോ. കാരണം അതൊക്കെ മനസ്സിൽ വരണം. ബാക്കി എഴുതാവുള്ളൂ. അപ്പൊ ഈ സ്റ്റെപ്പ് പോലും കാണരുത് എന്നർത്ഥം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ക്ലിയർ ആയല്ലോ? 2 അടിപൊളി കുട്ടി ചോദ്യങ്ങളാണ്. ഒരു ടഫും ഇല്ലാത്ത ക്വസ്റ്റനാണ്. ഞാൻ ടഫുള്ളതല്ല എടുത്തത്, പക്ഷെ എൻട്രൻസ് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ എൻട്രൻസിന്റെ ചോദ്യങ്ങൾ മനസ്സിലായെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഒരു പുതിയ കുട്ടികൾക്ക് ഇത് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. കാരണം നല്ല ക്ലാസ്സുകൾ മാക്സിമം നമ്മൾ പ്രസന്റ് ചെയ്യും. അത് എന്തായാലും നമുക്കൊരു കുട്ടിക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർഡ് ആവും, ഉറപ്പാണ്. അപ്പൊ നമ്മുടെ വേറെ തരത്തിലോട്ടാണ് മാറുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനുള്ള മനസ്സുണ്ടാകട്ടെ. പിന്നെ ജോയിൻ ചെയ്യാം. താഴെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഗുഡ് ബൈ.